ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വേറെ ഒന്നും നിങ്ങൾ തമ്മിൽ ഡേറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓൾഡ് ഐഡീസ് കാര്യങ്ങൾ മീൻസ് നമ്മുടെ 2017 കാലഘട്ടങ്ങളിൽ കളിച്ചാൽ നമ്മുടെ ഫ്രീ ഫയർ പ്ലേയേഴ്സ് മീൻസ് ഫ്രീ ഫയർ പ്ലെയേഴ്സ് ഉണ്ടാവുക, നമ്മൾ അന്ന് കളിച്ചായിരുന്ന പ്ലേയേഴ്സിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ, അവന്മാർ ഇപ്പോൾ ആക്റ്റീവ് ആണോ അതോ അവന്മാർ നിർത്തിപ്പോയോ കളി എന്താണെന്നും കറക്റ്റായിട്ട് അറിയത്തില്ലല്ലോ ഇപ്പോൾ കുറേ പേർക്ക്. അപ്പോൾ അവന്മാരിപ്പോൾ നിലവിലുണ്ടോ ഇല്ല എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്നതും നമ്മൾ ഫുള്ളായിട്ട് പറയുന്നില്ല, കില്ലും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും, അതുകൊണ്ട് അതൊന്നും പറയാത്ത. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ ചാനലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഞാനിവിടെ ഇതേപോലത്തെ കിടുക്കാച്ച വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഒട്ടും പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലിട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാൻ ഗെയിമിങ്ങിൻ്റെ ലൈവ് സ്ട്രീം എന്നെടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഗാൻ ഗെയിമിംഗ് ആണ് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം നൈസാണ് നമ്മൾ ഗാൻ ഗെയിമിംഗ് എടുത്ത് നൈസായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ തീർത്ത സമയത്താണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുള്ളിക്കാരൻ നമ്മുടെ ഗാൻ ഗെയിമിങ്ങിൻ്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പുള്ളിക്കാരെ പണ്ട് ഫസ്റ്റ് ബാഡ്ജ് സക്കൂറ ബണ്ടിൽ കാലഘട്ടങ്ങൾ കളിച്ച ഒരു പ്ലെയർ ഐ ഡി കാര്യങ്ങളൊക്കെ കൂടെയാണ് ഫസ്റ്റ് ലൈറ്റ് മുതൽ കളിച്ചൊരു പ്ലെയർ ഐ ഡിയാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറാണ് നമ്മുടെ ആ ഫസ്റ്റത്തെ ഐ ഡി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നേരെ ആ പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളും നേരെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യം നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഗൈസ് ആ ഒരു പുള്ളിക്കാർ ആക്റ്റീവായി നിൽക്കുന്ന സമയം 30 days ആണ്, മീൻസ് 30 day എന്നാണ് കാണിച്ചത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാർ ഇപ്പോൾ നിലവിൽ കളിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ ബ്ലാക്ക് ടീ-ഷർട്ട് ഉണ്ട്, അതുപോലെ നമ്മുടെ ഇൻക്യുബേറ്റർ UMBയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഒരു വെർത്ത് ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ ആവാതിരിക്കാം, കറക്റ്റായിട്ട് എനിക്ക് പറയാൻ കഴിയത്തില്ല. അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരന് 57 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറോയ്ക്കും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല, 2 സീസണിൽ അടിച്ചിട്ടുണ്ട്. CS പണ്ട് എങ്ങോ അടിച്ചതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് മുതൽ കളിച്ചൊരു പ്ലെയർ കൂടെയാണ്. ഇപ്പോൾ കളി നിർത്തിയെന്ന് തോന്നുന്നത്, പ്രോപ്പറായിട്ട് ഫുള്ളായിട്ട് നിർത്തിയെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്, ബട്ട് അത്ര തന്നെ വെറുതെ കളക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് കമ്മി കൂടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐഡിയ കാര്യങ്ങളൊക്കെ എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് ഐഡിയ കാര്യങ്ങളൊക്കെ നോക്കുക, നമ്മുടെ ഗാൻ ഗെയിമിങ്ങിൻ്റെ ഗെയിം പ്ലേ തന്നെ എടുത്ത് വേറെ വീഡിയോ ക്ലിപ്പ് കൂടെ ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഗാൻ ഗെയിമിൻ്റെ ടീമിനെ നേരത്തെ കൊന്നല്ലോ, ആ ഒരു പ്ലെയർ മീൻസ് നമ്മൾ നേരത്തെ കണ്ട ഒരു പ്ലെയറിനെ നൈസായിട്ട് ഒരു പ്ലെയർ തീർത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്ന പ്ലെയർ ഓപ്പോസിറ്റ് അടിച്ചായിരുന്ന പ്ലെയറാണ്. മീൻസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളും നോക്കാൻ പോവുകയാണ്. കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പുള്ളിക്കാരെ 1 day എന്നാണ് കാണിക്കുന്നത്. മീൻസ് 1 day പറഞ്ഞാൽ ആ പുള്ളിക്കാർ ഇപ്പോൾ നിലവിൽ ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് പ്ലെയർ കൂടെയാണ് ഇപ്പോൾ നിലവിൽ ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് മുതൽ ഇപ്പോഴും കളിക്കുന്ന ഒരു പ്ലെയർ കൂടെ. അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇപ്പോഴും നല്ല വെർത്ത് കളക്ഷൻസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 71+ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 7860 ലൈക്സ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെർത്ത് ഐഡിയ ആണ് ഗൈസ്. അതുപോലെ തന്നെ കോസ്റ്റ്യൂം മെയിനായിട്ട് വെർത്തായിട്ടുള്ള ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എലൈറ്റ് പാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പണ്ടത്തെ അത്ര എടുത്തിട്ടില്ല. പണ്ട് എലൈറ്റ് പാസ് ഇപ്പോൾ ബൂയ പാസ്സാണ്. അപ്പോൾ നീ കാണാൻ പറ്റും ഫസ്റ്റ് മുതലേ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഒരു വെർത്ത് ഐഡിയ ആണ് ഗൈസ്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ കുറേ ഹീറോയ്ക്കോ ഗ്രാൻഡ് മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ 71 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നീ കാണാൻ പറ്റും ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CS മാസ്റ്ററും കാര്യങ്ങൾ വെച്ചിട്ട് വെർത്ത് ഐഡിയ കൂടെയാണ്. വീര് പുള്ളിക്കാരൻ്റെ കയ്യിൽ അത്യാവശ്യം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഐഡീസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നമ്മൾ ഗാൻ ഗെയിമിങ്ങിൻ്റെ ലൈവ് സ്ട്രീം എന്ന് എടുത്താണ്. നമ്മൾ ഗാൻ ഗെയിമിങ് നൈസായിട്ട് എനിമീനും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ അടിച്ചത് നോക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഗാൻ ഗെയിമിങ്ങിനാണ് ഒരു പ്ലെയർ കൊല്ലുന്നുണ്ട്. ആ ഒരു പ്ലെയർ ഐഡിയും കാര്യങ്ങളും നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിതേപോലെ വലിയ യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പോയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് കേട്ടോ ഗൈസ്, ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുപിടിക്കുന്ന ഈ പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. പുള്ളിക്കാരൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊന്നും കാണുന്നില്ല, കാരണം നമ്മൾ നേരെ എടുക്കുന്നൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുള്ളിക്കാരൻ പണ്ടേ മുതലേ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ആക്റ്റീവാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തോ, കാരണം നമ്മൾ ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ ഏകദേശം 30 days ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് അല്ല എനിക്ക് തോന്നുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ പൂർണ്ണമായിട്ടും കളി നിർത്തിയിരുന്നെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബൂയ പാസ് തുടങ്ങിയിട്ട് പിന്നെ ഇതുവരെയായിട്ട് ഒരു പുള്ളിക്കാരൻ ബാഡ്ജ് കാര്യങ്ങൾ എടുത്തില്ല. അത് 3-4 സീസണും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുള്ളൂ. അത്യാവശ്യം
കുഴപ്പമില്ലാത്ത ഐഡിയ ഒന്നും പറയാൻ പറ്റത്തില്ല, കറക്റ്റായിട്ട് എനിക്ക് പറയാനും പറ്റത്തില്ല. അത്ര കളക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് കമ്മിയാണ് ഗൈസ്. അപ്പോൾ അത്ര വലിയ അക്കൗണ്ടൊന്നും അല്ല, 39 ലെവലും കാര്യങ്ങളൊക്കെ ഉള്ള, അതുപോലെ തന്നെ 76 ലേക്കും കാര്യങ്ങളുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇനി നേരെ നമുക്ക് അടുത്ത ഐഡിയയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നോക്കാം അടുത്ത ഗെയിം പ്ലേയും കാര്യങ്ങൾ നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ അടുത്താണ്. അപ്പോൾ ഗ്യാൻ ഗെയിമിങ്ങിനാണ് ഒരു ട്രക്ക് ഓടുന്നത് നൈസാണ് ഇടിച്ച് കൊല്ലുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഗ്യാൻ ഗെയിമിങ് നൈസാണ് നോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഗ്യാൻ ഗെയിമിൻ്റെ ടീമേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗ്യാൻ ഗെയിമിങ്ങിന് നേരെ റിവൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഡേഞ്ചർ സോണും കാര്യങ്ങളും നേരെ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ടീമേറ്റും കാര്യങ്ങളും അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ റിവൈവും കാര്യങ്ങളും ചെയ്യുന്ന സമയത്താണ് ഈ നൈസായിട്ട് ഗ്യാൻ ഗെയിമിങ് പടയും. അപ്പോൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ടീമേറ്റിൻ്റെ ഐഡിയും കാര്യങ്ങളും നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ റൈസ് സ്റ്റാർ ആവാം എന്താവും എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരുടെ ഐഡിയും കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാർ ഇപ്പോൾ നിലവിൽ ആക്റ്റീവാണ് അല്ലെ ജസ്റ്റ് നോക്കി നോക്കുക. അപ്പോൾ ഐഡിയും കാര്യങ്ങളൊക്കെ കണ്ടത് നിങ്ങൾക്ക് ആരാണ് എന്താണെന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടെ ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരുടെ ഐഡിയും കാര്യങ്ങളും നൈസായിട്ട് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ സാർ പുള്ളിക്കാരുടെ ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്ത് നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാർ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നത്, കാരണം 30 ഡേയ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ ബാഡ്ജും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പുള്ളിക്കാർ 44 ലെവലും കാര്യങ്ങളുള്ളൂ. ഒരു പുള്ളിക്കാർ ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ കാര്യങ്ങളൊന്നും അടിക്കാത്തൊരു പ്ലെയർ കൂടെയാണ്. പണ്ട് മുതലേ അത്ര രീതി കളിക്കാത്തൊരു പ്ലെയറാണ്. പക്ഷെ നമ്മുടെ ഗ്യാൻ ഗെയിമിനെ തീർത്തൊരു പ്ലെയർ കൂടെയാണ്, മീൻസ് ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ഒപ്പം കളിച്ചൊരു പ്ലെയർ കൂടെയാണ് ഈ പുള്ളിക്കാരൻ. അപ്പോൾ ഞാനാണ് ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മീൻസ് എന്ന് പറയുന്നുണ്ട്, അറിയാതെ വന്നു പോകുന്നതാണ് നമ്മൾ പറയുന്നതിൻ്റെ ഇതിലാണ് പോകുന്നതാണ്. അത് ജസ്റ്റ് ക്ഷമിച്ചേക്കുക. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഐഡിയ നമ്മൾ 4th ഐഡിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഓൾഡായിട്ട് കളിച്ചായിരുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഉപകാരപ്പെടുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഉപകാരപ്പെടാത്തവരായാലും ജസ്റ്റ് ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടേക്കുക. അപ്പോൾ വേറെ എന്തെങ്കിലും കേസ് നിങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഐഡിയസ് ബൈ ആക്കാനോ സെല്ലാക്കാനോ, മീൻസ് ഫ്രീ ഫയർ ഐഡിയസ് ബൈ ആക്കാനോ സെല്ലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ടൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ പറയാനില്ല പോളിസിക്ക് എതിരായതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തേക്കുക. നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിരിക്കും, ഞാനക്കാരെ യൂസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ബൈ ആക്കാനായാലും സെയിലാക്കാനും ഒക്കെ ഞാനക്കാരം ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഗൈസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ബൈ ആക്കുക സെയിലാക്കുക എന്നൊക്കെ. അത് നമ്മൾ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്, മീൻസ് ഇപ്പോൾ നിങ്ങൾ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടു തരികയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ കളക്ഷൻ വീഡിയോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അയച്ചിട്ടേക്കുക. എൻ്റെ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കിടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഐഡിയ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ അടുത്താണ്. മീൻസ് ഇപ്പോൾ നമ്മൾ കാണിച്ച എല്ലാ ഐഡിയസും നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ എനിമീനും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്ത് നേരെ പോയതാണെങ്കിൽ സ്കോഡിൻ്റെ അടുത്തോട്ടാണ്. നേരെ നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിനെ നൈസായിട്ട് തന്നെ അവന്മാർ കുത്തിപ്പിടിച്ചാണ് തീർക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ഒപ്പം കളിച്ചായിരുന്ന ടീംമേറ്റിൻ്റെ ഐഡിയ ആണ് ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയറുടെ ഐഡി കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകും, മീൻസ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്ന അവസാനത്തെ ഐഡിയ കൂടെയാണ്. അപ്പോൾ ഒരു പുള്ളിക്കാരിപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ അല്ലെന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. വീഡിയോ കാണാത്തതിന് മുന്നേ തന്നെ കമൻറ്റ് ഇട്ടാൽ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നേരെ പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നേരെ കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാർ ഇപ്പോൾ 30 ഡേയ്സ് ആയിട്ടുണ്ട്. മീൻസ് ആ ഒരു പുള്ളിക്കാർ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആവാത്തൊരു പ്ലെയർ കൂടിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനെ മുന്നൊരിക്കലും അറിയാവുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. 47 ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 46 ഒരു ലേക്ക് നൈസറിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്രോണോ ആയിരുന്നു ആ പുള്ളിക്കാർ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ബൂയ പാസ് തുടങ്ങിയിട്ട് കളിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പണ്ടത്തെ ലൈറ്റ് പാസ് കാര്യങ്ങളൊക്കെ കളിച്ചൊരു പ്ലെയർ കൂടെയാണ്. അത്യാവശ്യം കളക്ഷനൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. കളക്ഷനൊന്നും ഇല്ലാത്തൊരു അക്കൗണ്ട് ആവാനാവും ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത് നമ്മൾ അവസാനത്തെ ഐഡിയ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ജസ്റ്റ് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ റോഡ് ടു 10K ആണ്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ 10K കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ബൈ ആക്കാനും സെയിലാക്കാനൊക്കെ താല്പര്യമുള്ളവർ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തേക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞില്ല, വേണ്ടവർക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ജസ്റ്റ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു മുന്നേ നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് കണ്ടേക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.